നമസ്കാരം. ആദരണീയ പ്രതികർത്താക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, എനിക്കിതാണ് ചെയ്യുന്ന വിഷയം വികസിത ഭാരതം. എന്റെ സ്വപ്നത്തിൽ നമ്മുടെ ഭാരതം ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. നമ്മുടെ ഭാരതത്തിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ കേവലം നമുക്ക് കേരളത്തിന്റെ കാര്യം മാത്രമല്ല, ഓരോ നിമിഷവും നമ്മുടെ കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതം വികസിക്കണമെങ്കിൽ നാം എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് നിൽക്കണം. നമ്മുടെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ കേരളത്തെ നമുക്ക് വളർത്താൻ കഴിയും. ദൈവത്തിന്റെ സ്വന്തം നാട് നമുക്ക് നമ്മുടെ ലോകത്തിന് മുന്നിൽ വിളിച്ചു കാട്ടാൻ പറ്റും. ഇത്രയും വികസിതമായ ഒരു രാഷ്ട്രം വേറെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 3ാമതാണ്. എന്താണ് ഇത് ലോകത്തിന് വിളിച്ചു കാണിക്കുന്നത്? നമ്മുടെ ഭാരതം അത്രത്തോളം നന്നായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഭാരതത്തെ ഒരാൾക്ക് മാത്രം വികസിപ്പിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് ഒരു നിമിഷം കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കില്ല. നാം എല്ലാവരും ഒരുമിച്ച് ഒന്നായി മുന്നേറിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭാരതത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ ഭാരതം എല്ലാ നിമിഷവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേവലം നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗതാഗതം വളരെയധികം വേഗത്തിലായിരിക്കുന്നു. 6 വരിപ്പാതകളും 4 വരിപ്പാതകളും അങ്ങും ഇങ്ങും നിറഞ്ഞു കിടക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് അതിലേക്ക് പോകാൻ വളരെ തുച്ഛമായ സമയം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഭാരതം നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ നാം ഈ യുവതലമുറ ഒന്നിച്ചിരിക്കണം. ഒന്നിച്ചു നിന്ന് പരിശ്രമിച്ചാൽ മാത്രമേ നല്ലൊരു ഭാരതത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, നമ്മുടെ ഭാരതത്തിൽ നിരവധി ആളുകൾ ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. പട്ടിണിയും പാവപ്പെട്ടവരും നമ്മുടെ ഭാരതത്തിലുണ്ട്. നാം ഇവരെല്ലാം തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭാരതത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ സ്വപ്നത്തിലെ ഭാരതം എന്നത് നാം എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രം കൈവരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിനാൽ എനിക്ക് പറയാനുള്ളത്, നാം എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ നിന്ന് നമുക്ക് നല്ലൊരു ഭാരത രാഷ്ട്രത്തെ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.